മുതലാളിമാരുടെ മനസാക്ഷിക്കടി മാറ്റാൻ കത്തോലിക്ക സഭ തെളിക്കുന്ന ഹന്നാൻ വെള്ളമാണ് ഇത്തരത്തിൽ കൊടുക്കുന്ന പൊതിച്ചോറ് സംവിധാനങ്ങൾ. DYFIയുടെ പൊതിച്ചോറ് സംവിധാനത്തെ ഞാൻ സപ്പോർട്ട് ചെയ്യുകയാണ്. സ്വകാര്യ സ്വത്തും സ്വകാര്യ ഭാര്യയും ഉപേക്ഷിക്കണം എന്നതാണ് റൂസോയുടെ പ്രമേയം. സ്നേഹമുള്ളവരെ, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഇറങ്ങിയ കാലഘട്ടത്തിൽ ആ മാനിഫെസ്റ്റോയ്ക്ക് അകത്ത് 2 പാരഗ്രാഫുകൾ ഡയറക്റ്റായിട്ട് കത്തോലിക്ക സഭയുടെ ആശങ്കകൾക്ക് മറുപടി കൊടുക്കുന്നതാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം മാർക്സും എംഗൽസും അവതരിപ്പിച്ച കാലഘട്ടത്തിൽ തന്നെ അത് സമൂഹത്തിന് നാശകരമായ ഒരവസ്ഥ സൃഷ്ടിക്കുമെന്ന് വ്യക്തമായി പഠിപ്പിച്ചിരുന്നത് കത്തോലിക്ക സഭ മാത്രമാണ്. കാരണം അവർക്ക് മാത്രമേ അത് വായിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധി അന്നുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം വികാരത്തിൻ്റെ പുറത്ത് അതിനെ പിന്താങ്ങി അതിനെ സപ്പോർട്ട് ചെയ്ത് നടന്നവരാണ്. എന്തിനേറെ നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ഏറ്റവും അധികം ആരാധിച്ചിരുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെയാണ്. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ കത്തോലിക്ക സഭ ഈ 1825 തന്നെ, അതായത് കാറൽ മാർക്സിൻ്റെ ഈ രചനയുടെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഇതിനെ എതിർത്തിരുന്നതിൻ്റെ വാദഗതികൾ എന്താണ്? അത് 2 പാരഗ്രാഫ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലുള്ളത് നിങ്ങളോട് ഞാൻ ആദ്യം പറയാം. ഒന്ന്, കത്തോലിക്ക സഭ പങ്കുവെച്ച ആശങ്ക ഇതായിരുന്നു: കമ്മ്യൂണിസ്റ്റുകാർ വന്നാൽ കുടുംബ സംവിധാനത്തെ ഇല്ലാതാക്കും എന്നതാണ് ഒരു ആരോപണം കത്തോലിക്ക സഭ ഉന്നയിച്ചിരുന്നത്. കാരണം അത് ഉന്നയിക്കാനുള്ള കാരണം റൂസോ തൻ്റെ പ്രാകൃത കമ്മ്യൂണിസ്റ്റ് അവസ്ഥയെക്കുറിച്ചുള്ള വിവരണത്തിൽ റൂസോ പറഞ്ഞിട്ടുണ്ട്, ലോകത്തിലെ എല്ലാ അസമത്വങ്ങളുടെയും യുദ്ധങ്ങളുടെയും വേര് സ്വകാര്യ ഭാര്യയും സ്വകാര്യ സ്വത്തുമാണ്. അതുകൊണ്ട് അസമത്വങ്ങൾ ഇല്ലാതാകണമെങ്കിൽ സ്വകാര്യ സ്വത്തും സ്വകാര്യ ഭാര്യയും ഉപേക്ഷിക്കണം എന്നതാണ് റൂസോയുടെ പ്രമേയം. അതുകൊണ്ട് പാരീസ് കമ്മ്യൂണിൻ്റെ പ്രധാനപ്പെട്ട ഒരു വാദം തന്നെ സ്വകാര്യ ഭാര്യയും സ്വകാര്യ സ്വത്തും ഇല്ലാതാക്കുക എന്നതാണ്. ഈ ആശങ്ക വെച്ചിട്ടാണ് കത്തോലിക്ക സഭ അന്ന് ഉന്നയിച്ചത്, നിങ്ങൾ കുടുംബ ബന്ധങ്ങളെ ഇല്ലാതാക്കും. അതിന് മറുപടിയായി കാറൽ മാർക്സ് മാനിഫെസ്റ്റോയിൽ പ്രകാരം എഴുതി, നിങ്ങൾ പറയുന്നത് പോലെ ഞങ്ങൾക്ക് കുടുംബ ബന്ധങ്ങളെ ഇല്ലാതാക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം മുതലാളിമാർ വിവാഹം കഴിച്ചതിന് ശേഷം, കാരണം അവിടെ കത്തോലിക്ക സഭയും അല്ലെങ്കിൽ ക്രിസ്തു മതവുമാണല്ലോ, വിവാഹം കഴിച്ചതിന് ശേഷം ഒളിച്ചും പാത്തും പതുങ്ങിയും തങ്ങളുടെ ജോലിക്കാരുമായിട്ട് പെണ്ണുങ്ങളുമായിട്ടൊക്കെ അവർ ബന്ധപ്പെടുന്നു. അപ്പം എവിടെയാണ് വിവാഹത്തിൻ്റെ പവിത്രത ഉള്ളത്? അപ്പം മുതലാളിമാരങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആരോപിക്കാം. എന്താരോപിക്കാം? മുതലാളിമാർ രഹസ്യമായി ചെയ്യുന്ന ഈ കാര്യം ഞങ്ങൾ പരസ്യമായി ചെയ്യുന്നു എന്ന്. പക്ഷേ മലയാളത്തിൽ വിവർത്തനം ചെയ്തു വന്നപ്പോൾ ഇങ്ങനെയാണ്: മുതലാളിമാർ രഹസ്യമായി ചെയ്യുന്ന കാര്യം ഞങ്ങൾ പരസ്യമാക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ പരസ്യമാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർ ചെയ്യുന്ന തെറ്റിനെ നോട്ടീസ് അടിച്ച് പ്രചരിപ്പിക്കുന്നു എന്ന അർത്ഥത്തിലാണ് ഇവിടെയുള്ള വ്യാഖ്യാതാക്കൾ മനസ്സിലാക്കുന്നത്. പക്ഷേ മൂലഗ്രന്ഥങ്ങൾ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, തെറ്റ് പറ്റിയിട്ടുണ്ടാവാം, മനസ്സിലായത് അവർ രഹസ്യമായിട്ട് ചെയ്യണം, ഞങ്ങളത് പരസ്യമാക്കി ചെയ്യും, അത്രേ ഉള്ളൂ.
ഇതാണ് മാനിഫെസ്റ്റോയിൽ കൊടുത്ത ഒരു മറുപടി. രണ്ടാമത്തെ കത്തോലിക്ക സഭയ്ക്കെതിരായുള്ള ഡയറക്റ്റ് ഹിറ്റ് ഇതാണ്. കത്തോലിക്ക സഭയുടെ പ്രവർത്തനങ്ങളിൽ പ്രധാന പ്രവർത്തനം എന്ന് പറയുന്നത് പരോപകാര പ്രവൃത്തികൾ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിൽ കുറേ ഡെസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, പാവപ്പെട്ടവർ. ഇപ്പം മദർ തെരേസ ചെയ്ത പോലത്തെ പ്രവൃത്തികൾ. അത് ഇവിടെ കേരളത്തിൽ നിങ്ങൾ പരിശോധിച്ചാൽ വിൻസെൻ്റ് പോൾ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. അവർ ഓരോ വീട്ടിലും ഇരന്ന് പൈസ ഉണ്ടാക്കി ആ പൈസ അവർ പട്ടിണി കിടക്കുന്നവർക്കും ചികിത്സിക്കാൻ രോഗികളായിട്ടുള്ളവർക്കും ഭക്ഷണമായിട്ടും മരുന്നായിട്ടും വിതരണം ചെയ്യും, വീടുകൾ പണിയാൻ സഹായിക്കും. ഇതാണ് പരോപകാര പ്രവൃത്തി എന്നതുകൊണ്ട് കത്തോലിക്ക സഭ അർത്ഥമാക്കുന്നത്. അപ്പം ഇതിനെ കാറൽ മാർക്സിന്റെ വിശകലനം ഇങ്ങനെയാണ്: എന്തുകൊണ്ടാണ് ഈ പട്ടിണിക്കാരുണ്ടാവുന്നത്? ഇവിടെ നിലനിൽക്കുന്ന സാമൂഹിക സംവിധാനത്തിന് ചില ആളുകളെ ഉൾക്കൊള്ളാനുള്ള കഴിവില്ല. അപ്പൊ സാമൂഹിക സംവിധാനത്തിൻ്റെ അകത്ത് നീതി ലഭിക്കാതെ ആ സംവിധാനത്തിൻ്റെ പുറത്തു പോയ ആളുകളാണ് ഈ ദരിദ്രർ എന്ന് നിങ്ങൾ നിർവചിക്കുന്നത്. ബിയോണ്ട് ദ മാർജിൻസ് ഓഫ് ദ സോഷ്യൽ സ്ട്രക്ചർ, സാമൂഹിക ഘടനയുടെ അതിരുകൾക്ക് വെളിയിൽ നിൽക്കുന്നവർ. ലിബറേഷൻ തിയോളജിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ മാർജിനലൈസ്ഡ്, സൊസൈറ്റിയുടെ മാർജിനിൽ നിന്ന് പുറത്തായവർ. ഉദാഹരണം പറഞ്ഞാൽ സൊസൈറ്റിയിൽ കുടുംബം എന്ന സംവിധാനമുണ്ട്. അപ്പൻ, അമ്മ, ഭാര്യ, മക്കള്. ആ കുടുംബ സംവിധാനത്തിൽ നിന്ന് ഒരുവൻ പുറത്തു കടന്നാൽ പിന്നെ കുടുംബത്തിൻ്റെ സമ്പത്തിൽ നിന്ന് അവന് ഡിവിഡൻഡ് ലഭിക്കാതാവും. അവൻ പട്ടിണിക്കാരനായിട്ട് മാറിപ്പോവും. അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഒരു വീടിൻ്റെ സ്ട്രക്ചറിൽ നിന്ന് എനിക്കിഷ്ടമുള്ള പോലെ നടക്കുമെന്ന് പറഞ്ഞാൽ അവൾ കുറച്ച് കാലം കഴിയുമ്പോൾ അവൾ ഒറ്റപ്പെട്ടു പോകും. അല്ലെങ്കിൽ ഈ സൊസൈറ്റി അവരെ വിലക്ക് കൽപ്പിച്ചാൽ അവർ സമൂഹത്തിൻ്റെ സാമൂഹ്യ ഘടനയിൽ നിന്ന് പുറത്തു പോകും. അതുകൊണ്ട് കാറൽ മാർക്സിനെ പിന്തുണച്ചിരുന്നവർ വാദിച്ചിരുന്നത് ഇത്തരത്തിലുള്ള സാമൂഹിക സേവനങ്ങൾ ചെയ്യുക, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക, കിടപ്പാടമില്ലാത്തവർക്ക് വീട് കൊടുക്കുക, അതല്ല വേണ്ടേ. ഇത്തരം ദരിദ്രരെ സൃഷ്ടിക്കുന്ന സംവിധാനങ്ങൾ തച്ചുടച്ച്, കുമാരനാശാന്റെ വാക്കുകളിൽ പറഞ്ഞാൽ മാറ്റുവിൻ ചട്ടങ്ങളെ, അല്ലെങ്കിൽ കാലം മാറ്റും. അപ്പോൾ വിപ്ലവത്തിലൂടെ ഈ സംവിധാനത്തെ അട്ടിമറിച്ച് അവരെയും കൂടി ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയാൽ മാത്രമേ ദാരിദ്ര്യം ഇല്ലാണ്ടാവുള്ളൂ. അതാണ് മാർക്സിസ്റ്റുകാരുടെ വാദമായിരുന്നത്. മാത്രമല്ല, അവരും പറഞ്ഞിരുന്നു, ഇതിൽ അവരെഴുതിയിരിക്കുകയാണ്, പള്ളിമതക്കാർ, ചർച്ചിൻ്റെ മലയാളം ട്രാൻസ്ലേഷനിൽ വന്നിട്ടുള്ളത്. പള്ളിമതക്കാർ പറയുന്നത് അവർ ഇത്തരത്തിലുള്ള സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെയാണ് ജനങ്ങളെ സേവിക്കേണ്ടതെന്നാണ്. പക്ഷേ അതെന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്? അതിൽ അവർക്ക് യാതൊരു ആത്മാർത്ഥതയുമില്ല. കാരണം അനീതികരമായ മാർഗത്തിലൂടെ അവിടെയുള്ള മുതലാളിമാർ സമ്പത്തുണ്ടാക്കുകയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു സ്വർണ്ണക്കടക്കാരൻ 22 കാരറ്റ് സ്വർണം പീടികയിൽ വിൽക്കുന്നതിന് പകരം 21 കാരറ്റിൻ്റെ സ്വർണം 22 കാരറ്റ് ആണെന്ന് പറഞ്ഞ് വിറ്റു എന്ന് കരുതുക. ഓരോ ദിവസവും അവൻ ഉപയോക്താക്കളുടെ കയ്യിൽ നിന്ന് ലക്ഷം രൂപ എന്ത് ചെയ്യാണ്? മോഷ്ടിക്കുകയാണ്. ആ മോഷ്ടിച്ച സംഖ്യയിൽ നിന്ന് കത്തോലിക്ക സഭയുടെ പള്ളിയിൽ നേർച്ചയിടുന്നത്. ആ നേർച്ച എടുത്തിട്ടാണ് കത്തോലിക്ക സഭ എന്ത് ചെയ്യണത്? ഈ പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യണത്. ഇതിനെക്കുറിച്ചാണ് കാറൽ മാർക്സ് മാനിഫെസ്റ്റോയിൽ എഴുതിയത്, മുതലാളിമാരുടെ മനസാക്ഷിക്കടി മാറ്റാൻ കത്തോലിക്ക സഭ തെളിക്കുന്ന ഹന്നാൻ വെള്ളമാണ് ഇത്തരത്തിൽ കൊടുക്കുന്ന പൊതിച്ചോറ് സംവിധാനങ്ങൾ, ദരിദ്രർക്ക് ഭക്ഷണം വിതരണം ചെയ്യല്, അത്തരം കാര്യങ്ങൾ. എന്താണ്? മുതലാളിമാർക്ക് അനീതി ചെയ്തിട്ട് അവരുടെ ഉള്ളിലും മനസാക്ഷിക്കടിയുണ്ട്.
ആ മനസാക്ഷിക്കടി തീർക്കാൻ കത്തോലിക്ക സഭ തെളിക്കുന്ന ഹന്നാൻ വെള്ളമാണ് പരോപകാര പ്രവൃത്തികൾ എന്നാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതി വെച്ചിട്ടുള്ളത്. ഇത് കാറൽ മാർക്സ് പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നതിനെക്കുറിച്ച് സഭ എന്താ പഠിപ്പിക്കുന്നത്? ഇപ്പോൾ സഭ ബെനഡിക്ട് 16 ദൈവം സ്നേഹമാകുന്നു എന്ന തൻ്റെ ലേഖനത്തിലെ പ്രകാരം എഴുതി, മാർക്സ് പറയുന്നതിൽ ശരികൾ ഇല്ലാതില്ല. അദ്ദേഹം ആധാരെഴുത്തുകാരുടെ ഭാഷയിലാണ് അത് എഴുതണത്. ശരി ഉണ്ടെന്നും പറയുന്നില്ല, ശരിയില്ലാന്നും പറയുന്നില്ല. അദ്ദേഹം പറയുന്നത് ശരികൾ ഇല്ലാതില്ല. അതിൻ്റെ അർത്ഥം അതിൽ ഭാഗികമായ ചില ശരികളുണ്ടെന്നാണ്. എന്നിട്ടാണ് ആള് വേറൊരു ലേഖനം എഴുതിയത്, നീതി നടപ്പിലാക്കാതെ പരോപകാര പ്രവൃത്തി ചെയ്യുന്നത് കത്തോലിക്ക സഭയ്ക്കല്ല, ലോകത്തിലെ ആർക്കും ഭൂഷണമല്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം കാറൽ മാർക്സ് എന്താണോ ഉദ്ദേശിച്ചത് അത് പരിപൂർണമായി പറയുകയാണ് ബെനഡിക്ട് 16 പറഞ്ഞത്. എന്ന് പറഞ്ഞ, ഉദാഹരണത്തിന് ഞാൻ എൻ്റെ കീഴിൽ ഒരാളെ ജോലിക്ക് വെച്ചിരിക്കുന്നു. ഞാൻ അദ്ദേഹവുമായിട്ടുള്ള കരാർ അനുസരിച്ചിട്ട് 1000 രൂപ എന്ത് കൊടുക്കണം? കൂലി കൊടുക്കണം. ഞാൻ അദ്ദേഹത്തിന് 1000 രൂപ കരാർ അനുസരിച്ചുള്ള കൂലി കൊടുക്കാതെ 800 രൂപ കൊടുക്കുകയാണ്. അങ്ങനെ ഓരോ തൊഴിലാളിയുടെ കയ്യിൽ നിന്നും 200 പറ്റിക്കുകയാണ്. എന്നിട്ട് അത് കൊണ്ടുപോയിട്ട് ഞാൻ ദാനം ചെയ്യുകയാണ്. ആ ദാനം ആണ് കാറൽ മാർക്സ് തെറ്റാണെന്ന് പറഞ്ഞത്. അത് മാർപ്പാപ്പ പറയാണ്, നീതി എന്ന് പറയുന്നത് മിനിമം സ്നേഹമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ദാനം ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അനീതി ചെയ്തിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് ദാനം ചെയ്താൽ അത് മനസാക്ഷിക്കടി മാറ്റാനുള്ള ഹന്നാൻ വെള്ളമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ കത്തോലിക്ക സഭയായാലും DYFI ആയാലും കാറൽ മാർക്സ് പറഞ്ഞത് ശരിയാണെന്ന് ബെനഡിക്ട് 16 പറയുമ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ പൊതിച്ചോറ് നൽകുന്ന സമ്പ്രദായം അത് കേരളത്തിലെ മുതലാളിമാർ പല രീതിയിലെ മനുഷ്യനെ വഞ്ചിച്ചിട്ട് അതിനൊക്കെ ഭരണപരമായി സപ്പോർട്ട് ചെയ്തിട്ട് അവർക്കുണ്ടാകുന്ന മനസാക്ഷിക്കടി മാറാനായിട്ടുള്ള ഒരു ഹന്നാൻ വെള്ളമാണോ ഈ പൊതിച്ചോറ് എന്നാണ് മാനിഫെസ്റ്റോയുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്. പക്ഷേ ഞാൻ ഈ പൊതിച്ചോറിനെ എതിർക്കുന്ന ആളല്ല. കാരണം ഞാൻ കത്തോലിക്ക സഭ അതേസമയം തന്നെ പറയുന്നുണ്ട്, ഒരു വ്യവസ്ഥിതി മാറുന്ന കാലഘട്ടം വരെ ഇവരെ പട്ടിണിക്കിടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ള സംവിധാനങ്ങൾ നിലനിൽക്കണം. അതേസമയം അത്തരം ദരിദ്രരെ സൃഷ്ടിക്കുന്ന സംവിധാനങ്ങൾക്ക് മാറ്റം വരുത്താനായിട്ടുള്ള പരിശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് പ്രാഥമികമായിട്ട് കത്തോലിക്കരോടും പൊതുസമൂഹത്തോടും മാർപ്പാപ്പ പറയുകയാണ്. പിന്നെ ക്രിസ്ത്യാനികളിൽ ഭൂരിപക്ഷം പേർക്കും അവർ സ്വർഗത്തിൽ പോകാൻ കാത്തിരിക്കുന്നവരാണ്. സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ പ്രാർത്ഥിച്ചാലും ഭൂമിയെ ഉപേക്ഷിച്ച് സ്വർഗത്തെ പോകാനായിട്ട് കൂടാരം ഉണ്ടാക്കിയിരിക്കുന്ന ആൾക്കാരാണ് ക്രിസ്ത്യാനികൾ എന്നുള്ളത് കൊണ്ട് അവർക്ക് ഈ മാർപ്പാപ്പ പറഞ്ഞ പുസ്തകമൊന്നും അത്ര വലിയ കാര്യമുള്ള സംഗതിയല്ല. അതുകൊണ്ട് കത്തോലിക്ക സഭയെ പിന്തുണയ്ക്കുന്ന ഒരാളെന്ന നിലയിൽ DYFIയുടെ പൊതിച്ചോറ് സംവിധാനത്തെ ഞാൻ സപ്പോർട്ട് ചെയ്യുകയാണ്. അതേസമയം മാനിഫെസ്റ്റോ ഒരു പ്രാവശ്യം കൂടി വായിക്കാനും നിലവിലുള്ള സാമൂഹ്യ സംവിധാനത്തിലെ തെറ്റുകളെ തിരുത്തുന്ന വിധത്തിൽ നിങ്ങൾ മാറണമെന്നുകൂടി ആഹ്വാനം ചെയ്യാനുമാണ് ഈ എപ്പിസോഡ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇനി കത്തോലിക്ക സഭ ചെയ്യുന്ന പരോപകാര പ്രവൃത്തികളുടെ പ്രസക്തി എന്ത്? അത് തന്നെയാണ് പൊതിച്ചോറിൻ്റെ പ്രസക്തി. അതൊരു കഥ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒരിക്കൽ ഒരു വലിയ ഹറിക്കെയിൻ, നമ്മൾ പറയുന്ന സുനാമി പോലത്തെ ഒരു കാറ്റ് കടൽ തീരത്തുണ്ടായി. അപ്പോൾ ആയിരക്കണക്കിന് മത്സ്യങ്ങൾ കടൽ തീരത്ത്
വന്നു വീണു. അത് പിടഞ്ഞ് മരിക്കുകയാണ്. ആ മരിക്കുന്ന അവസരത്തിൽ ഒരു വൃദ്ധൻ അതിലൂടെ നടന്ന് ഒരു മീനിനെടുത്ത് കടലിലെറിയും, വേറൊരു മീനെടുത്ത് കടലിലെറിയും, വേറൊരു മീനെടുത്ത് കടലിലെറിയും. അപ്പോൾ മാർക്സിൻ്റെ ഒരു അനുയായി ഈ അപ്പാപ്പൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, സഹോദര, ഇങ്ങനെ താൻ ഇവിടെ 10,000-കണക്കിന് മത്സ്യങ്ങൾ പിടഞ്ഞ് മരിക്കുമ്പോൾ അതിനുള്ളൊരു സംവിധാനം ഉണ്ടാക്കാതെ ഈ ഒരേ മീനിനെ കടലിലേക്ക് എടുത്തിട്ടാൽ എന്താണ് മെച്ചം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് പിടഞ്ഞു മരിക്കുന്ന മത്സ്യങ്ങളോടല്ല ഞാൻ ചോദിക്കേണ്ടത്, ഞാൻ ചെയ്യുന്നത് കൊണ്ട് ഗുണമുണ്ടോ എന്ന് കടലിലേക്ക് തിരിച്ചറിഞ്ഞ് ജീവൻ തുടിക്കുന്ന മത്സ്യങ്ങളോട് പോയി ചോദിക്കും. അതുകൊണ്ട് പരോപകാര പ്രവൃത്തികൾ ആര് ചെയ്താലും അതിൻ്റെ ഗുണമനുഭവിക്കുന്നവർക്കറിയാം അത് ഞങ്ങൾക്ക് ഗുണകരമാണ്. ഇത്രയും കാലം ഭരിച്ചിട്ടും പൊതിച്ചോറ് വാങ്ങാൻ നിൽക്കുന്നവരുടെയും കിറ്റ് വാങ്ങാൻ നിൽക്കുന്നവരുടെയും ക്യൂ നീണ്ടു വരികയാണെങ്കിൽ അത് അനീതി നിറഞ്ഞ സംവിധാനങ്ങളും ഭരണക്രമവും നിലനിൽക്കുന്നത് കൊണ്ടാണെന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കട്ടെ. പക്ഷേ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, പൊതിച്ചോറ് എന്ന് പറയുന്നത് മനസാക്ഷിക്കടി മാറ്റാനുള്ള ഹന്നാൻ വെള്ളമാണെങ്കിൽ അത് ക്രിസ്ത്യാനി ചെയ്താലും മാർക്സിസ്റ്റുകാരൻ ചെയ്താലും സേവാഭാരതി ചെയ്താലും ആര് ചെയ്താലും അത് പ്രയോജനരഹിതമാണ്. അത് ഭാവിയിൽ സമൂഹത്തിൻ്റെ തിന്മകൾ വർദ്ധിക്കുകയുള്ളൂ. അതുകൊണ്ട് തിന്മ നിറഞ്ഞ സംവിധാനങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള പരിശ്രമവും അന്വേഷണവും എന്നെ ശ്രവിക്കുന്നവരുടെ ഭാഗത്ത് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.